നമസ്കാരം, എൻ്റെ പേര് ഷെർലിൻ. ഞാൻ സെൻറ് തോമസ് HSSൽ 3rd സിയിൽ പഠിക്കുന്ന മെൽവിൻ്റെ മദറാണ്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത്. എൻ്റെ മോൻ LKG തൊട്ട് സെൻറ് തോമസ് സ്കൂളിലാണ് പഠിക്കുന്നത്. സ്റ്റാർട്ടിങ് ടൈമിൽ റൈറ്റിങ്ങിനാണെങ്കിലും വൊക്കാബുലറിയുടെ കാര്യത്തിലാണെങ്കിലും റീഡിങ്ങിനാണെങ്കിലും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുഞ്ഞിനെ എഴുതാൻ. പക്ഷേ ആ സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇപ്പം അവൻ എഴുതാനാണെങ്കിലും വായിക്കാനാണെങ്കിലും നല്ല ഫ്ലുവൻ്റ് ആണ്. അതുപോലെ തന്നെ സ്കൂളിൻ്റെ ഇനിഷ്യേറ്റീവായിട്ടുള്ള റെമഡിയൽ ക്ലാസ് മോന് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഞങ്ങൾ മോനെ ട്യൂഷന് വിടുന്നില്ല. ഈ സ്കൂളിൽ റെമഡിയൽ ക്ലാസ്, നോർമൽ ക്ലാസ് പ്ലസ് റെമഡിയൽ ക്ലാസ് ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് എക്സാം എഴുതാനാണെങ്കിലും പഠിക്കാനാണെങ്കിലും നല്ല എഫക്റ്റീവാണ്. മോൻ പറയുന്ന കേൾക്കാം, തുടക്കത്തിലൊക്കെ റെമഡിയൽ ക്ലാസ്സിന് കുട്ടികളൊക്കെ ഇരിക്കുന്നത് കുറവായിരുന്നു. മീൻസ് ബാക്ക്വേർഡ് നിൽക്കുന്ന കുട്ടികൾക്കാണ് മെയിനായിട്ട് സ്കൂളിൻ്റെ ഇനിഷ്യേറ്റീവിൽ റെമഡിയൽ ക്ലാസ് ആഫ്റ്റർ 3:30 വെക്കുന്നത്. പക്ഷേ റെമഡിയൽ ഇപ്പോൾ എല്ലാ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ബാക്ക്വേർഡ് നിൽക്കുന്ന കുട്ടികളാണെങ്കിലും ഒക്കെ ആ റെമഡിയൽ ക്ലാസ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അതൊരു ഇനിഷ്യേറ്റീവാണ്. മറ്റ് സ്കൂളുകളിൽ ഞാനങ്ങനെ കണ്ടിട്ടില്ല. ഈ സ്കൂളുകളിൽ അവർ സ്പെഷ്യൽ ഇനിഷ്യേറ്റീവ് എടുത്താണ് ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്സാംസിന് കുട്ടികളെ പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിലും ഒരു എക്സാംസിന് ഒരു 2-3 വീക്സൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാ ടീച്ചേഴ്സും അവർക്ക് ക്ലാസ് ടെസ്റ്റ്, റിവിഷൻ, അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസ് അവരെ കൊണ്ട് പ്രിപ്പയർ ചെയ്യിക്കും. മീൻസ് പ്രീവിയസ് ഇയേഴ്സിലെ മോഡൽ ക്വസ്റ്റ്യൻസ് അവരെ പ്രിപ്പയർ ചെയ്യിക്കും. കുട്ടികൾക്ക് അതുകൊണ്ട് എക്സാം ആകുമ്പോൾ കുട്ടികൾക്ക് നല്ല ഫ്രീ ആണ്. കാരണം എൻ്റെ മോനാണെങ്കിലും അങ്ങനെ എക്സാമിന് ടെൻഷനോ അല്ലെങ്കിൽ അങ്ങനെ എക്സാം ഫിയറോ അങ്ങനെയൊന്നും ഇല്ല. നല്ല കൂളായിട്ടാണ് പോയി എഴുതുന്നത്. പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, സ്റ്റഡീസിന് മാത്രമല്ല സ്കൂള് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു സ്കൂളാണ്. ഇപ്പം ആനിവേഴ്സറിക്കാണെങ്കിലും അല്ലാതെ സ്വിമ്മിങ്, സ്കേറ്റിംഗ് അതിനൊക്കെ ആണെങ്കിലും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു സ്കൂളാണ്. ഇപ്പോൾ ഈ ഒരു 5 ഇയേഴ്സായിട്ടും എൻ്റെ കുഞ്ഞിനെ ഞാൻ അവിടെ നിന്ന് സ്കൂൾ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല. എൻ്റെ കുഞ്ഞ് ഇപ്പോഴും അവിടെ തന്നെ പഠിക്കുന്നത്. മോൻ തന്നെ പറയുന്നു +2 വരെ ഞാൻ അവിടെ സെൻറ് തോമസിലേ പഠിക്കുന്നുള്ളൂ. കാരണം ടീച്ചേഴ്സൊക്കെ അത്രയ്ക്ക് കോപ്പറേറ്റീവാണ്, നല്ല ഫ്രണ്ട്ലി ആണ്. ഇൻക്ലൂഡിങ് പ്രിൻസിപ്പൾ ആണെങ്കിൽ പോലും ബൈജു സാറെന്ന് പറഞ്ഞ മോന് ഭയങ്കര കാര്യമാണ്. അപ്പം ഒരു സ്കൂളിലെ പ്രിൻസിപ്പൾ പോലും അത്ര ഫ്രണ്ട്ലി ആയിട്ട് കുട്ടികളോട് ഇടപഴകുന്നൊരു സ്കൂളാണ്. സോ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന്